Hi, hello everyone. It's me, CA Sanjay. So welcome back to next particular items in the chapter number 5, audit of items of FS. So next, നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്ന ടോപ്പിക് ട്രേഡ് റിസീവബിൾസ് ആണ്. ഏതാണ് ട്രേഡ് റിസീവബിൾസ്? ഓക്കെ, സോ ഇവിടെ നമ്മൾ എന്താ പഠിക്കാൻ വേണ്ടി പോകുന്നത്? ലെറ്റ്സ് സീ. ട്രേഡ് റിസീവബിൾസ് ആർ ദ എസെൻഷ്യൽ പാർട്ട് ഓഫ് എനി ഓർഗനൈസേഷൻ ബാലൻസ്. ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത് ഡെറ്റേഴ്സ് അല്ലെ, ഓഫൺ റെഫേർഡ് ടു ആസ് ഡെറ്റേഴ്സ്. സോ ട്രേഡ് റിസീവബിൾസ് എന്ന് പറയുന്നത് ഡെറ്റേഴ്സ്. ഓക്കെ ആണോടാ? യെസ്. Typically, an invoice is raised. Just enter കൊടുത്ത് നിങ്ങൾ വായിച്ച് ജസ്റ്റ് വന്നാൽ മതി, വേറൊന്നും വേണ്ട. ഓക്കെ, ജസ്റ്റ് ഇഫ് യു വാണ്ട് യു ക്യാൻ ജസ്റ്റ് പുട്ട് ദിസ് വീഡിയോ ഇൻടു ഒരു 1.5 സ്പീഡിൽ ഇടാം. എന്റെ കൂടെ തന്നെ നിങ്ങൾ ഇത് വായിച്ച് വന്നാൽ മതി. ഓക്കെ, യെസ്, ഞാൻ പറയും ഏതൊക്കെയാണ് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ടോപ്പിക്സ് ഞാൻ പറയും. ആ സമയത്തൊന്ന് സ്പീഡ് നോർമലൈസ് ചെയ്താൽ മതി. ഓക്കെ, typically an invoice is raised and issued to the customer with the invoice amount being recorded as a debtor's balance. Until the invoice is paid, the invoice amount is recorded in the organization's balance sheet as accounts receivable. നമുക്കറിയാം പൈസ കിട്ടുന്നതിന് നമ്മൾ എന്തായാലും debtors ആയിട്ട് കാണിക്കും. If these balances are not recoverable, then these amounts are to be written off as bad and charged in the P&L account, charged in the profit and loss account. ഓക്കെ ആണോ? സോ പൈസ കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ അതിനെ എന്തായിട്ട് ട്രീറ്റ് ചെയ്യണം? ബാഡ് ഡെറ്റ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യണം. പിന്നെ അത് റൈറ്റ് ഓഫ് ചെയ്യും. ഓക്കെ, സോ ട്രേഡ് റിസീവബിൾസുമായി ബന്ധപ്പെട്ട് ഒരു കമ്പനിയിൽ ഉണ്ടാകുന്ന കൺട്രോൾസ് എന്തൊക്കെയാണ്? ദിസ് ഇസ് ദ ഫസ്റ്റ് പോയിന്റ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ദിസ് ക്യാൻ ബി ആസ്ക്ഡ് ഫോർ 4 marks. This can be asked for as a 4-mark question. What are the controls? Okay, it is important to carry out the test of controls for checking the effectiveness of internal controls over the sales as a part of debtors audit procedure. Following points are to be considered in respect of trade receivables. So ചോദ്യം ഇതാണ്, ഒരു കമ്പനി ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന സമയത്ത്, ക്രെഡിറ്റ് സെയിൽ നടത്തുമ്പോഴാണല്ലോ ഡെറ്റേഴ്സ് വരുന്നത് അല്ലെ? സോ ക്രെഡിറ്റ് സെയിൽ നടത്തുന്ന സമയത്ത് ഉണ്ടാക്കേണ്ട കൺട്രോൾസ് എന്തൊക്കെയാണ്? എന്തൊക്കെ കൺട്രോൾസ് ആണ് അവിടെ വേണ്ടത്? ഫസ്റ്റ് വൺ, only bona fide sales leads to trade receivable. Genuine, bona fide means genuine sales മാത്രമാണ് ക്രെഡിറ്റ് സെയിൽ ആയിട്ട് കൊടുക്കുന്നത് എന്ന് ആദ്യം ഉറപ്പ് വരുത്തണം. Only bona fide sales leads to trade receivables. All such sales are made to approved customers. അങ്ങനെ ഏതെങ്കിലും എടുത്ത് വന്നാൽ അവർക്ക് നമ്മൾ ക്രെഡിറ്റ് സെയിൽ ചെയ്യോ? ഇല്ല. ബിഫോർ മേക്കിംഗ് ക്രെഡിറ്റ് സെയിൽ വി ഹാവ് ടു മേക്ക് ഷുവർ. സി, ഇവിടെ ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ ബിസിനസിനെ കുറിച്ചല്ല ആക്ച്വലി. ഓക്കെ, ഇവിടെ ഉദ്ദേശിക്കുന്നത് റീറ്റെയിൽ ബിസിനസിനെ കുറിച്ചല്ല. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ മാനുഫാക്ചറിംഗ് കമ്പനി, ഹോൾസെയിൽ ബിസിനസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ഹോൾസെയിൽ ബിസിനസ് ഒക്കെ നമുക്ക് ഒരു അപ്രൂവ്ഡ് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അവർക്ക് മാത്രമായിരിക്കും നമ്മൾ നമ്മുടെ പ്രോഡക്ട്സ് സെയിൽ ചെയ്യുന്നുണ്ടാവുക. സോ മേക്ക് ഷുവർ ദാറ്റ് ക്രെഡിറ്റ് സെയിൽസ് ആർ മെയ്ഡ് ഓൺലി ടു ദ അപ്രൂവ്ഡ് കസ്റ്റമേഴ്സ്. അങ്ങനെ ഏതെങ്കിലും ഒരുത്തം വന്നിട്ട് എനിക്ക് ക്രെഡിറ്റ് സെയിൽ, എനിക്ക് പൈസ ഇപ്പൊ തരാനില്ല, എനിക്ക് കടമായിട്ട് സാധനം വേണം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുവോ? ഇല്ല. സോ മേക്ക് ഷുവർ ദാറ്റ് ക്രെഡിറ്റ് സെയിൽ മെയ്ഡ് ഓൺലി ടു ദ അപ്രൂവ്ഡ് കസ്റ്റമർ. All such sales are properly recorded in the books of account. എല്ലാ ക്രെഡിറ്റ് സെയിലും പ്രോപ്പർലി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തിക്കാം. Once recorded, debtors can be settled only by receipt of cash or on the authority of a responsible official. ഒരു ഡെറ്റർ നമ്മൾ റെക്കോർഡ് ചെയ്താൽ പിന്നെ ആ ഡെറ്ററിന്റെ അക്കൗണ്ട് എപ്പോഴാണ് ക്ലോസ് ചെയ്യുക? ഒന്നെങ്കിൽ കാശ് കിട്ടണം, അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്പോൺസിബിൾ ഓഫീസർ, ഒരു ഓഫീസറിന്റെ അതോറിറ്റിയിൽ, ഗ്യാരണ്ടിയിൽ നമുക്ക് അത് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം അല്ലെ? സോ വൺസ് റെക്കോർഡ്, the debtors can be settled only by receipt of cash or on the authority of responsible official. ഇപ്പൊ പൈസ കിട്ടിയിട്ടില്ലെങ്കിലും ആ സ്ഥാപനത്തിന്റെ മുതലാളി വിളിച്ച് പറയാണ് അവന്റെ അക്കൗണ്ട് ക്ലോസ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യും. ഓക്കെ, segregation of duty at every point in sales transaction. We have to make sure that segregation of duty is there. Accounting for debtors, collecting the payment, sending the reminders. So ഇതൊക്കെ വെവ്വേറെ ആളായിരിക്കണം ചെയ്യുന്നത്. ഓക്കെ, പൈസ കളക്ട് ചെയ്യുന്ന ആൾ വേറെ ആയിരിക്കണം, അത് റെക്കോർഡ് ചെയ്യുന്ന ആൾ വേറെ ആയിരിക്കണം, റിമൈൻഡേഴ്സ് അയക്കുന്ന ആൾ വേറെ ആയിരിക്കണം. സോ ഡിഫറൻസ്. ഡെറ്റേഴ്സ് ആർ കളക്ടഡ് ഓൺ ടൈം. പൈസ കിട്ടാനുള്ളതൊക്കെ കൃത്യമായിട്ട് വാങ്ങുന്നുണ്ടോ നമ്മൾ ഉറപ്പുവരുത്തണം. ഇൻ കേസ് ദ ഡെറ്റേഴ്സ് ആർ നോട്ട് കളക്ടഡ് ഇൻ ടൈം, സെൻഡിങ് റിമൈൻഡേഴ്സ് ആൻഡ് ടേക്കിംഗ് ലീഗൽ ആക്ഷൻസ് ഇഫ് റിക്വയർഡ്. ഞാൻ ക്രെഡിറ്റ് സെയിൽ നടത്തി, പൈസ തരാൻ ഡ്യൂ ഡേറ്റ് വന്നു, അയാൾ പൈസ തന്നില്ലെങ്കിൽ വി ഹാവ് ടു സെൻഡ് ദ റിമൈൻഡേഴ്സ്. ഓർ ഈവൻ ഇഫ് ബൈ സെൻഡിങ് ദ റിമൈൻഡേഴ്സ്, ഇഫ് ദേ ആർ നോട്ട് മേക്കിംഗ് ദ പേയ്മെന്റ്, വി ഹാവ് ടു ടേക്ക് ലീഗൽ ആക്ഷൻസ് ഇഫ് റിക്വയർഡ്. ഓക്കെ, ദെൻ ബാലൻസസ് ആർ റെഗുലർലി റിവ്യൂഡ്. ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഒക്കെ പ്രോപ്പർലി റിവ്യൂ ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് എക്സീഡിങ് എ സർട്ടൻ ലിമിറ്റ്, ഒരുപാട് പൈസ ക്രെഡിറ്റ് സെയിൽ ആയിട്ട് വെക്കാൻ പാടില്ല. നമുക്കിപ്പോൾ ഒരാൾക്ക് പൈസ ഞാൻ ഒരാൾക്ക് പൈസ കടം കൊടുക്കുവാണെങ്കിലും, കടമായിട്ട് സാധനം വിൽക്കുകയാണെങ്കിലും അതിനൊരു ലിമിറ്റ് വേണം. ഒരു ലിമിറ്റിലധികം സാധനങ്ങൾ നമ്മൾ ഒരാൾക്കും പൈസ കടമായിട്ട് കൊടുക്കാനും പാടില്ല, ക്രെഡിറ്റ് സെയിലും നടത്താൻ പാടില്ല. Then there should be proper system to follow up, exist, and if necessary, adequate provision for bad and doubtful debt should be made by preparing adequate aging schedule of the debtors. So aging schedule എന്ന് പറയുന്നതാണ്, say for example, എനിക്ക് എന്റെ ബാലൻസ് ഷീറ്റിനകത്ത് ഡെറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം രൂപയുണ്ട്. ഈ 10 ലക്ഷം എന്ന് പറഞ്ഞാൽ എനിക്ക് തരുള്ള 5 ഡെറ്റേഴ്സിന്റെ പൈസയാണ്. ഡെറ്റർ എ, ഡെറ്റർ ബി, ഡെറ്റർ സി, ഡെറ്റർ ഡി, ഡെറ്റർ ഇ.
ഇവരുടെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ആസ് ഓൺ 31st മാർച്ച് ആണ് എന്ത് 10 ലക്ഷം. ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ആസ് ഓൺ 31st മാർച്ച് ആണ് എന്ത് 10 ലക്ഷം. ഓക്കെ ആണോടാ? യെസ്. സോ എ എന്ന് പറയുന്ന വ്യക്തി എനിക്കിപ്പം 100 ഡേയ്സ് ആയിട്ട് ഈ 10 ലക്ഷം രൂപ തരാണ്ട്. 100 ഡേയ്സ് ആയി ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ട്. സോ ഹിസ് എമൗണ്ട് ഇസ് ഓവർ ഡ്യൂ ബൈ 100 ഡേയ്സ്. മറ്റേയാളുടെ പൈസ 200 ഡേയ്സ്, മറ്റേയാള് 220, ഇയാള് 500, ഇയാള് 600. സോ ഇത് ഞാൻ ഏജിങ് ആക്കണം. ഏജിങ് എന്ന് പറയുന്നത് പീരിയഡ് വൈസ് ഞാൻ എന്ത് ചെയ്യണം? സോ 0 to 100 ഡേയ്സ് എത്ര പേര് പൈസ തരാണ്ട്, 100 to 200 ഡേയ്സ് എത്ര പേര് പൈസ തരാണ്ട്, 200 to 300 ഡേയ്സ് എത്ര പേര് പൈസ തരാണ്ട്, 300 to 500 ഡേയ്സ് എത്ര പേര് പൈസ തരാണ്ട്, മോർ ദാൻ 500 എത്ര പേര് പൈസ തരാണ്ട്. സോ ഇതുപോലെ ഞാൻ ഏജിങ് റിപ്പോർട്ട് ഉണ്ടാക്കണം. ദിസ് ഇസ് കോൾഡ് ഏജിങ് റിപ്പോർട്ട്. Aging report of debtor. This is called aging report of debtor. Okay, so ഇതുപോലത്തെ aging report ഉണ്ടാക്കിയിട്ട് we know if any amount, if it remains overdue for more than 90 days, it becomes NPA. അല്ല, if it remains more than 90 days, it becomes NPA. So അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യണം? പ്രൊവിഷൻസ് ക്രിയേറ്റ് ചെയ്യണം. അപ്പൊ അങ്ങനത്തെ പ്രോപ്പർ പ്രൊവിഷൻസ് ഫോർ ബാഡ് ആൻഡ് ഔട്ട്ഫിൽസ് ക്രിയേറ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. സോ എന്തൊക്കെയാണ് നമ്മുടെ കൺട്രോൾസ്? ആദ്യം കൺട്രോൾസ്, ക്രെഡിറ്റ് സെയിൽസ് ആർ ഓൺലി മെയ്ഡ് ടു ജെന്യുവിൻ കസ്റ്റമേഴ്സ്. All the credit sales are properly approved. All the credit sales are properly recorded. Once recorded, the debtor can be settled off either by receiving the cash or by the authority of responsible officials. പിന്നെ segregation of duty ensure ചെയ്യണം. പിന്നെ ഡെറ്റേഴ്സ് കൃത്യമായിട്ട് പൈസ തരുന്നുണ്ട്. ഇനി ഡെറ്റേഴ്സ് പൈസ തന്നില്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ട് റിമൈൻഡേഴ്സ് അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ ടേക്കിംഗ് ലീഗൽ ആക്ഷൻ. ബാലൻസസ് പ്രോപ്പർലി റെഗുലർ നമ്മൾ റിവ്യൂ ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഷുഡ് ബി എ പ്രോപ്പർ സിസ്റ്റം ടു ഫോളോ അപ്പ് ദ എക്സിസ് ആൻഡ് adequate provision for a bad debt should also be made by preparing the adequate aging schedule. Okay ആണോടാ? ഫൈൻ ആണോ? ഇതാണ് വെരി ഫസ്റ്റ് ക്വസ്റ്റ്യൻ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ്. സോ ട്രേഡ് റിസീവബിൾസിൽ ഈ ഒരു ചോദ്യം ഇതിനു മുന്നേ ചോദിച്ചിട്ടുണ്ട്, ഓൾറെഡി എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇനിയും ചോദിച്ചിട്ടുണ്ട്. സെൻസ് കുറേ മുന്നേ ആണ് ചോദിച്ചിട്ടുള്ളത്, വീണ്ടും ഇതേ ചോദ്യം ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, സോ 4 മാർക്കിന് ചോദിക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക് ആണത്. ഓക്കെ, നെക്സ്റ്റ് കംസ് ഓഡിറ്റ് പ്രൊസീജിയേഴ്സ്. ഓഡിറ്റ് പ്രൊസീജിയർ ഒന്നെങ്കിൽ എക്സിസ്റ്റൻസ് മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ കംപ്ലീറ്റ്നസ് മാത്രമായിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ വാല്യുവേഷൻ മാത്രമായിട്ട് ചോദിക്കാം. സോ ഇതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ചോദിക്കാം. ഇതൊരു 4 മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, 4 മാർക്ക് ക്വസ്റ്റ്യൻസ് യു ഹാവ് ടു മെമ്മറൈസ്. ഇറ്റ് ഈസ് 5 to 6 പോയിന്റ്സ്. ഒരു 5 മുതൽ 6 പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കണം 4 മാർക്കിന്. ഓക്കെ, 4 പോയിന്റ് മതി, പക്ഷെ ഒരു 5 or 6 പോയിന്റ് ഓർത്ത് വെച്ചാൽ മാത്രമേ നമുക്ക് മിനിമം 4 പോയിന്റെങ്കിലും എഴുതാൻ സാധിക്കത്തുള്ളൂ. സോ ഓക്കെ, ഫസ്റ്റ് പോയിന്റ്, ചെക്ക് വെദർ കൺട്രോൾസ് ഇൻ പ്ലേസ് ടു എൻഷുർ ദാറ്റ് ഇൻവോയ്സ് cannot be recorded more than once and receivable balance are automatically recorded in the general ledger. There should be proper control. See, എന്താ എക്സിസ്റ്റൻസ് പറയുന്നത്? അങ്ങനെ ഒരു ഡെറ്റർ ശരിക്കും ഉണ്ട്, ഇത് ഫേക്ക് സെയിൽ അല്ല, ഇത് ഫേക്ക് ക്രെഡിറ്റ് സെയിൽ, അങ്ങനെ ഒരു ഡെറ്റർ ശരിക്കും ഉണ്ട് എന്നെങ്ങനെ ഉറപ്പുവരുത്തിക്കുക? ആദ്യം ചെക്ക് ചെയ്യണം, ഒരേ ഇൻവോയ്സ് 2 പ്രാവശ്യം റെക്കോർഡ് ചെയ്തിട്ടില്ല എന്ന് ഉറപ്പുവരുത്തിക്കണം. ഇൻവോയ്സസ് cannot be recorded more than once. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇൻവോയ്സസ് cannot be recorded more than once. സെയിം ഇൻവോയ്സ് ഒന്നിൽ കൂടുതൽ തവണ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നാദ്യം ഉറപ്പുവരുത്തിക്കണം. രണ്ടാമത്തത്, ആസ്ക് ഫോർ period and accounts receivable aging report and trace the balance. ഞാൻ നേരത്തെ പറഞ്ഞ ഏജിംഗ് റിപ്പോർട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞേ. സോ ഏജിംഗ് റിപ്പോർട്ട് ഉണ്ടാക്കാം, എന്നിട്ട് ഇതിനകത്തുള്ള ബാലൻസും ജനറൽ ലെഡ്ജറിലെ ബാലൻസും മാച്ച് ആവുന്നുണ്ടോ നോക്കാം. ഏജിംഗ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. സെക്കൻഡ്. ഓക്കെ, തേർഡ് വൺ, ചെക്ക് വെദർ റിയലൈസേഷൻ ഇസ് റെക്കോർഡഡ് ഇൻവോയ്സ് വൈസ് ഓർ നോട്ട്. നമുക്ക് കിട്ടുന്ന പൈസ നമ്മൾ ഇൻവോയ്സ് വൈസ് ആയിട്ടാണോ ചെയ്തത്? ഇഫ് നോട്ട്, ചെക്ക് ദ മണി റിസീവ് ഫ്രം ദ ഡെറ്റേഴ്സ് ഇസ് അഡ്ജസ്റ്റഡ് ഓൺ ക്രോണോളജിക്കൽ ഇൻവോയ്സ് വൈസ്. സർ, ഇതെന്താണ് സർ ഉദ്ദേശിക്കുന്നത്? സേ ഫോർ എക്സാമ്പിൾ, ഞാൻ മിസ്റ്റർ അബി എന്ന് പറയുന്ന വ്യക്തിക്ക് 1/8/2024 20,000 രൂപയുടെ സെയിൽസ് നടത്തി. 10/8 25,000 സെയിൽസ് നടത്തി. 28/8 ഞാൻ 30,000 സെയിൽസ് നടത്തി. സോ ദിസ് ഇസ് മൈ ഇൻവോയ്സ് നമ്പർ 1, ദിസ് ഇസ് മൈ ഇൻവോയ്സ് നമ്പർ 2, ദിസ് ഇസ് മൈ ഇൻവോയ്സ് നമ്പർ 3. സോ ടോട്ടൽ ഞാൻ 75,000 രൂപയുടെ സെയിൽ മിസ്റ്റർ അബിക്ക് നടത്തി. അബി എനിക്ക് തരുന്ന പേയ്മെന്റ് ഇൻവോയ്സ് വൈസ് ആണോ അല്ലയോ? സേ ഫോർ എക്സാമ്പിൾ, എനിക്ക് ആദ്യം നടത്തിയ പേയ്മെന്റ് 20,000 രൂപയാണെന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ അത് എന്തായിരിക്കും? അത് ഇൻവോയ്സ് 1 അഗെയിൻസ്റ്റ് ആയിരിക്കും. സോ എനിക്ക് ഇൻവോയ്സ് 1 അഗെയിൻസ്റ്റ്, അങ്ങനെ ഇൻവോയ്സ് വൈസ് ആണോ പേയ്മെന്റിന്? അത് റഫ് ആയിട്ട് ആദ്യം തന്നെ 22,000 രൂപ തന്നു. എനിക്ക് മൊത്തം 75,000 ആണോ, അതിൽ 22,000 തന്നു, പിന്നെ ഒരു 13,000 തന്നു. ഇത് ഇൻവോയ്സ് വൈസ് ആണോ? അല്ല. അങ്ങനെയാണ് നമ്മൾ ഇത് എങ്ങനെ സെറ്റ് ചെയ്യുന്നത്? ഈ 22,000 ഫസ്റ്റ് പേയ്മെന്റ് എങ്ങോട്ടേക്ക് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യേണ്ടത്? 1/8, അതാണല്ലോ ഫസ്റ്റത്തെ ഇൻവോയ്സ് അല്ലെ? സോ അവിടുത്തെ 20,000 കട്ടാക്കണം. ബാക്കി 2,000 രൂപ അടുത്ത 10/8/2024 ഇൻവോയ്സിൽ 25,000 2,000 കട്ടാക്കിയിട്ട് ബാക്കി 23,000 രൂപ. പിന്നെ രണ്ടാമത് 13,000 തന്നു അല്ലെ? അത് ഇവിടെ വേണം സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി. 13,000 ഇവിടെ 13,000 സെറ്റ് ഓഫ് ചെയ്താൽ ബാക്കി 10,000 വന്നു. പിന്നെ 23,000 വന്നു. 23,000 13,000 ഇവിടെ കട്ട് ചെയ്തു. പിന്നെ അടുത്ത ബില്ല് എത്രയാണ്? 25,000. 25,000 13,000 കട്ട് ചെയ്തു. അപ്പൊ നമുക്ക് 12,000 കിട്ടി. ഈ 12,000 5,000 അടച്ചിട്ടുണ്ട്. അപ്പൊ ബാക്കി 7,000 രൂപ ഉണ്ട്. അപ്പൊ നമുക്ക് ഇൻവോയ്സ് 2 അല്ലെ? ഇൻവോയ്സ് 2-നകത്ത്
7,000 രൂപയും ഇൻവോയ്സ് 3-ന്റെ 30,000 പെൻഡിങ് ഉണ്ട്. ഓക്കെ ആണോ? ഓക്കെ ആണോ? സോ ഇത് ഇൻവോയ്സ് വൈസ് ആണോ അല്ലയോ നമ്മൾ നോക്കണം. അതായത് ഈ ക്രെഡിറ്റർ നമുക്ക് അടക്കുന്ന തിരിച്ചടക്കുന്ന പൈസ ഇൻവോയ്സ് വൈസ് ആയിട്ടാണോ, ഇൻവോയ്സ് നെഗറ്റീവ് പൈസ, അത് ചുമ്മാ റാൻഡംലി ഒരു ഫിഗർ കയ്യിൽ കിട്ടുന്നതിനനുസരിച്ച് പൈസ തരുന്നതാണോ നമ്മൾ ചെക്ക് ചെയ്യണം. സോ കിട്ടുന്ന അനുസരിച്ചാണ് തരുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ഫിഫോ ബേസിസിൽ എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. ക്രോണോളജിക്കലി ഇൻവോയ്സ് ഡേറ്റ് വൈസ് നമ്മൾ അത് എന്ത് ചെയ്യണം? അഡ്ജസ്റ്റ് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ്, ഇഫ് എനി ലാർജ് ബാലൻസ് ഇസ് ഡ്യൂ ഫോർ ലോങ് ടൈം, auditor should ask for reason and justification. ഒരു പെർട്ടിക്കുലർ പീരിയഡിനേക്കാൾ കൂടുതലായിട്ട് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ് ഓവർ ഡ്യൂ ആയിട്ടുണ്ടെങ്കിൽ ആസ് എൻ ഓഡിറ്റർ വാട്ട് ഷുഡ് ഐ ഡു? ഐ ഷുഡ് ആസ്ക് ഫോർ ദ റീസൺ. എന്തുകൊണ്ടാണ് ആ ഡേറ്റർ നമുക്ക് പൈസ തരാത്തത്? നിങ്ങൾ കൃത്യമായിട്ടും റിമൈൻഡേഴ്സ് അയച്ചിട്ടുണ്ടോ, മെയിൽ അയച്ചിട്ടുണ്ടോ, പൈസ ചോദിച്ചിട്ട് ആളെ വിട്ടിട്ടുണ്ടോ? വി ഷുഡ് ആസ്ക് ഫോർ റീസൺ ആൻഡ് ദ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ സെയിം. ഓക്കെ. ദെൻ ഡയറക്റ്റ് കൺഫർമേഷൻ പ്രൊസീജിയർ. എന്താ ഡയറക്റ്റ് കൺഫർമേഷൻ പ്രൊസീജിയർ എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം എക്സ്റ്റേണൽ കൺഫർമേഷൻ SA 505 അല്ലെ. സോ ഇവിടെ എന്താ പറഞ്ഞത്? A significant and important audit activity is to contact the customer directly and ask them to confirm the amount of unpaid amount. Contact the customer directly. So we have to contact the customer directly and ask them to confirm the amount of unpaid accounts receivable at the end of the reporting period. സോ എന്താ ഇവിടെ എന്താ പറഞ്ഞത്? ഫസ്റ്റ് പോയിന്റ് അത് ഇവിടെ പറയാണ്, ഡെറ്റേഴ്സിനെ നേരിട്ട് വിളിച്ചിട്ട് ഓൾറെഡി നേരിട്ട് വിളിച്ചിട്ട് ചോദിക്കണം നിങ്ങൾ എത്ര രൂപയാണ് ആസ് ഓൺ 31st March കൊടുക്കാനുള്ളത്. നേരിട്ട് വിളിച്ച് ചോദിക്കണം. Should contact the customers directly and ask them to confirm the amount of unpaid. The auditor employs direct confirmation process with the consent of the entity under audit. See, whenever you are obtaining confirmation from the debtors, you have to obtain the consent of the entity. Entity permission വാങ്ങിയിട്ട് മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? Direct confirmation with the debtor ചെയ്യാൻ പാടുള്ളൂ. Okay. If there may be a situation where the management of the entity requires the auditor not to seek confirmation, sometimes what happens is, say for example, I am auditing a company called ABC. അവിടെ 3 debtors ഉണ്ട്. Say for example, Mr. Anu, Mr. Abhi, Mr. Achu. 3 debtors ഉണ്ട്. Anu is required to pay 5 lakh. Abhi is required to pay 10 lakh. Achu is required to pay 13 lakh. Okay. So my total debtors are 10, 20, 28 lakhs. ഇതാണ് ടോട്ടൽ ഡെറ്റേഴ്സ്. ഓക്കെ. ഈ ടോട്ടൽ ഡെറ്റേഴ്സിനകത്ത് ഞാൻ എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഇവർ ഡയറക്ട്ലി വെച്ച് കൺഫർമേഷൻ എടുക്കണം. പക്ഷേ ദർ മേ ബി സിറ്റുവേഷൻ വേർ ദ മാനേജ്മെന്റ് റിക്വസ്റ്റ് ദ ഓഡിറ്റർ നോട്ട് ടു സീക്ക് കൺഫർമേഷൻ. മാനേജ്മെന്റ് എന്നോട് പറയാണ്, സർ വേണമെങ്കിൽ അനുവിനോട് ചോദിച്ചോ, അബിനോട് ചോദിച്ചോ, പക്ഷെ അച്ഛനോട് മാത്രം നിങ്ങൾ കൺഫർമേഷൻ ഇപ്പൊ ചോദിക്കരുത്. അച്ഛനോട് ഇപ്പൊ നിങ്ങൾ കൺഫർമേഷൻ ചോദിക്കരുത്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഡിറ്റർ ഷുഡ് കൺസിഡർ വെദർ ദ വാലിഡ് ഗ്രൗണ്ട്സ് ഫോർ സച്ച് റിക്വസ്റ്റ്. അങ്ങനെ ചോദിക്കരുത് എന്ന് പറയുന്നതിൽ വാലിഡ് ആയിട്ടുള്ള റീസൺ ഉണ്ടോ? എന്തുകൊണ്ടായിരിക്കും മാനേജ്മെന്റ് ഞാൻ അച്ചു എന്ന് പറഞ്ഞ ഡെറ്ററിനോട് പൈസ ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടാവുക? മേ ബി അച്ചും കമ്പനി ABC കമ്പനി തമ്മിൽ എന്തെങ്കിലും പ്രശ്നം നടക്കുന്നുണ്ടാവും. ആ പ്രശ്നത്തിന്റെ ഇടയ്ക്ക് ഞാൻ കയറിയിട്ട് ഇടപെടേണ്ട എന്ന രീതിയിലുള്ള ഒരു ആഗ്രഹമുള്ളത് കൊണ്ടായിരിക്കാം മാനേജ്മെന്റ് എന്ത് പറഞ്ഞിട്ടുണ്ടാവുക? ഇപ്പൊ സാർ കയറിയിട്ട് ചോദിക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. സോ അത് നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. നെക്സ്റ്റ്, the trade receivable may be requested to confirm the balance as at the date of balance sheet or as at any other selected date which is reasonably close to the date of balance sheet. എന്താ പറഞ്ഞത്? നമ്മൾ ട്രേഡ് റിസീവബിൾ നമ്മൾ ഡെറ്ററിനെ വിളിച്ചിട്ട് കൺഫർമേഷൻ ചോദിക്കില്ലേ, അത് ഒന്നെങ്കിൽ 31st March കൺഫർമേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇതിനടുത്തുള്ള ഏതെങ്കിലും ഡേറ്റിന്റെ കൺഫർമേഷൻ ചോദിക്കാം. എനിക്ക് 31st March അറിയാൻ താല്പര്യമില്ല, ഞാൻ ചോദിക്കുകയാണ് എനിക്ക് 28th March എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്, അല്ലെങ്കിൽ 4th April എത്രയാണ് ഔട്ട്സ്റ്റാൻഡിംഗ് ബാലൻസ്. സോ ആസ് at the balance sheet date or any other selected date which is reasonable and close to the date of balance sheet. So whenever I am obtaining confirmation from the third party, other than debtor, I can either ask the debtor to provide me the outstanding balance as on 31st March or any other date which is very nearby to 31st March. Next, the form of requesting confirmation may be either the form with balance outstanding. Okay, see, എനിക്ക് XYZ എന്ന് പറഞ്ഞ കമ്പനി ഉണ്ട്. ആ കമ്പനിയിൽ ഒരു ഡെറ്റർ ആണ് മിസ്റ്റർ അച്യുതാനന്ദൻ. മിസ്റ്റർ അച്യുതൻ. ഓക്കെ. XYZ ഒരു ഡെറ്റർ ആണ് മിസ്റ്റർ അച്യുതൻ. XYZ ബുക്സ് പ്രകാരം മിസ്റ്റർ അച്യുതൻ XYZ 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. എത്ര രൂപ കൊടുക്കാനുണ്ട്? 1 ലക്ഷം രൂപ കൊടുക്കാനുണ്ട്. അപ്പൊ എനിക്ക് ഇതിന് കൺഫർമേഷൻ വാങ്ങണം. എനിക്ക് 2 രീതിയിൽ കൺഫർമേഷൻ വാങ്ങണം. ഒന്നെങ്കിൽ ഐ വിൽ ആസ്ക് മിസ്റ്റർ അച്യുതൻ വെദർ ഹി ഓസ് rupees 1 lakh to XYZ Limited Company as on 31st March. 31 മാർച്ച് നിങ്ങൾ 10 ലക്ഷം രൂപ 1 ലക്ഷം രൂപ XYZ കമ്പനി കൊടുക്കാനുണ്ടോ എന്ന് എനിക്ക് നേരിട്ട് ചോദിക്കാം. അല്ലെങ്കിൽ ഐ വിൽ ആസ്ക് മിസ്റ്റർ അച്യുതൻ ടു ഫിൽ ഈ ബോക്സിനകത്ത് എത്ര രൂപയാണ് നിങ്ങൾ XYZക്ക് ആസ് ഓൺ 31st March കൊടുക്കാനുള്ളത്. ആ എമൗണ്ട് ഇവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടി പറയും.
ഓക്കെ, ഒന്നെങ്കിൽ ഞാൻ തന്നെ എമൗണ്ട് കൊടുത്തിട്ട് പറയും ഇത്ര എമൗണ്ട് ആണോ കൊടുക്കാനുള്ളത്, അല്ലെങ്കിൽ ഞാൻ ഒരു ബോക്സ് വന്നിട്ട് പറയും ഈ ബോക്സിനകത്ത് നിങ്ങൾ എത്ര എമൗണ്ട് ആണോ കൊടുക്കാനുള്ളത് ആ എമൗണ്ടോടെ കൊടുക്കാൻ വേണ്ടി പറയും. എത്ര എമൗണ്ട് ആണോ XYZക്ക് കൊടുക്കാനുള്ളത് മിസ്റ്റർ അച്യുതൻ, ആ എമൗണ്ടോടെ ഫിഗർ കൊടുക്കണം. അപ്പൊ അച്യുതൻ എന്തെയും ഇവിടെ 1 lakh എനിക്ക് എഴുതി തരും. ഓക്കെ ആണോ? സോ ദാറ്റ് ഐ ക്യാൻ ക്രോസ് വെരിഫൈ. സോ ദിസ് മെത്തഡ് ഇസ് നോർമലി റെക്കമെൻഡഡ് ബൈ ദ ഓഡിറ്റേഴ്സ്. നോർമൽ റെക്കമെൻഡഡ് ടു ദ ഓഡിറ്റേഴ്സ്. ഏതാണ്? ഇൻസ്റ്റെഡ് ഓഫ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ 1 ലക്ഷമാണോ കൊടുക്കാനുള്ളത് എന്ന് പറയുന്നേക്കാളും ഏറ്റവും നല്ലത് ഏതാണ്? നമ്മൾ അവരോട് തന്നെ ഇങ്ങോട്ട് ചോദിക്കുക, നിങ്ങൾ എത്ര രൂപയാണ് 31st മാർച്ചിൽ കൊടുക്കാനുള്ളത്, പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോടാ? യെസ്. Then the method of selection of the trade receivable to be circularized should not be revealed to the company. See, until trial balance of the trade receivables ledger is handed out to the auditor. So first of all, I will ask the management to give me the list of trade receivables. Once they give the list of trade receivables, I have to select the trade receivables to whom we have to obtain confirmation. ഈ ലിസ്റ്റിനകത്ത് ആരോടൊക്കെയാണ് ഞാൻ കൺഫർമേഷൻ വാങ്ങുന്നത്, അപ്പൊ ആരെയാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത്, ഇതൊന്നും നമ്മൾ ആരോട് പറയേണ്ട ആവശ്യമില്ല, കമ്പനിയോട് പറയേണ്ട ആവശ്യമില്ല. ദ മെത്തഡ് ഓഫ് സെലക്ഷൻ ഓഫ് ട്രേഡ് റിസീവബിൾ ടു ബി സർക്കുലൈസ്ഡ് ഷുഡ് നോട്ട് ബി റിവീൽഡ് ടു ദ കമ്പനി. ഏതൊക്കെ ഡെറ്റേഴ്സിന്റെ ബാലൻസ് ആണ് നമ്മൾ വെരിഫൈ ചെയ്യാൻ വേണ്ടി പോകുന്നത്, അത് ഏതൊക്കെ ഡെറ്റേഴ്സ് ആണ് എന്ന് ഒരിക്കലും കമ്പനിയോട് പറയേണ്ട ആവശ്യമില്ല. ഓക്കെ ആണോ? അതിനാണോ? Yes. Any discrepancies revealed by the confirmation received or by the additional test carried out by the auditor may have a bearing on the accounts not included in the original sample. The company should ask to investigate and reconcile the discrepancy. Say for example, XYZ or a company debtor on Mr. Achyutan XYZ ക്ക് 1 lakh rupees കൊടുക്കാനുണ്ട്. Okay. So what I did was, I am the auditor. Mr. Sanjay is the auditor of XYZ. Mr. Sanjay is the auditor of XYZ. So Sanjay എന്ത് ചെയ്തു? Sanjay അച്യുതന് ഒരു കൺഫർമേഷൻ ലെറ്റർ അയച്ചു, എക്സ്റ്റേണൽ കൺഫർമേഷൻ ലെറ്റർ അയച്ചു. ഞാൻ ചോദിക്കണം മിസ്റ്റർ അച്യുതൻ നിങ്ങൾ 31st മാർച്ചിന് 1 lakh rupees ആണോ കമ്പനിക്ക് കൊടുക്കാനുള്ളത്? മിസ്റ്റർ അച്യുതൻ പറഞ്ഞു അല്ല സാർ, ഞാൻ 1 lakh rupees കൊടുക്കാനില്ല, ജസ്റ്റ് 10,000 rupees ആണ് കൊടുക്കാനുള്ളത്. 10,000 rupees ആണ് കൊടുക്കുന്നത്. So if there is any material discrepancy, auditor should ask, the company should be asked to investigate and reconcile the discrepancy. അവിടെ നിന്ന് മെറ്റീരിയൽ ഡിസ്ക്രിപ്പൻസി ഉണ്ടെങ്കിൽ മാനേജ്മെന്റ് സമ്മതിക്കുന്നുണ്ടെങ്കിൽ we have to ask the company or we have to ask the company to investigate and reconcile the discrepancies. And when no reply is received from the auditor, ഞാനിപ്പോ എക്സ്റ്റേണൽ കൺഫർമേഷൻ അയച്ചു, പക്ഷെ എനിക്ക് റിപ്ലൈ ഒന്നും കിട്ടുന്നില്ല, എന്ത് ചെയ്യണം? എഗ്രീയിങ് ദ ബാലൻസ് ടു ദ ക്യാഷ് റിസീവ് സബ്സിക്വന്റ്ലി. അതായത് എനിക്ക് 31st മാർച്ചിന്റെ ബാലൻസ് വെരിഫൈ ചെയ്യണം. സോ അവിടുത്തെ ഡെറ്ററായ അച്യുതന് ഞാനായ ഓഡിറ്റർ, ഇത് ഓഡിറ്റർ, ഓക്കെ, ഓഡിറ്റർ സെൻസ് വാട്ട് എക്സ്റ്റേണൽ കൺഫർമേഷൻ. പക്ഷെ അച്യുതൻ എനിക്ക് റിപ്ലൈ തരുന്നില്ല. ഞാൻ എന്ത് ചെയ്യണം? ഐ ഹാവ് ടു പെർഫോം ഓൾട്ടർനേറ്റ് ഓഡിറ്റ് പ്രൊസീജർ. എന്താ ഓൾട്ടർനേറ്റ് ഓഡിറ്റ് പ്രൊസീജർ? 31st മാർച്ചിന്റെ ബാലൻസ് അല്ലേ എനിക്ക് അറിയേണ്ടത്. 31st മാർച്ചിന് ശേഷം അച്യുതൻ എത്ര റുപ്യാണ് കമ്പനിക്ക് കൊടുത്തിട്ടുള്ളത്, ഞാൻ ഓഡിറ്റിന് കമ്പനി കൊടുത്തിട്ടുള്ളത്. സി, ഈ 31st മാർച്ചിന് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള എമൗണ്ട് ആയിരിക്കണമല്ലോ അച്യുതൻ നമുക്ക് തരേണ്ടത്, അല്ലെ? യെസ്. സോ അത് വെച്ച് എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. എന്താ പറഞ്ഞത് അവിടെ? എഗ്രീയിങ് ദ ബാലൻസ് ടു ക്യാഷ് റിസീവ്ഡ് സബ്സിക്വന്റ്ലി എത്ര ക്യാഷ് ആണ് കിട്ടിയത് അത് നമ്മൾ ചെക്ക് ചെയ്യണം. നെക്സ്റ്റ്, പ്രിപ്പയർ എ ഡീറ്റെയിൽഡ് അനാലിസിസ് ഓഫ് ബാലൻസ്, ensure its constraints of identifiable transaction, confirming that these revenues transaction actually occurred. Prepare a detailed analysis. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാം എത്ര പൈസ ആണ് കിട്ടാനുള്ളത്, ശരിക്കും കിട്ടാനുള്ള പൈസയാണോ, അത് കിട്ടുമോ, എക്സാമിനേഷൻ ഇൻ ഡെപ്ത് ഫോർ ദോസ് ബാലൻസസ്. Next, if there are related party transaction, review them for the collectability and see whether such transactions are occurring at arm's length price. Related parties might have transaction നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ആംസ് ലെങ്ത് പ്രൈസ് ആണ്, അത് ഉറപ്പുവരുത്തിക്കണം. 2, ആ പൈസ കിട്ടും എന്ന് ഉറപ്പുവരുത്തിക്കണം. കളക്ടബിലിറ്റി, അതിന് പ്രോപ്പർ ഓതറൈസേഷൻ കിട്ടിയിട്ടുണ്ട് ചെക്ക് ചെയ്യണം. കാരണം റിലേറ്റഡ് പാർട്ടീസ് ട്രാൻസാക്ഷന് മുന്നേ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിന്റെ ഒക്കെ പെർമിഷൻ എടുക്കാണ്ട് അല്ലേ. സോ അത് 3 കിട്ടിയിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ ആണോടാ? യെസ്. പിന്നെ ചെക്ക് ദ റിസീവബിൾസ് ഫോർ അതർ ദാൻ സെയിൽസ് ഓർ സർവീസസ് നോട്ട് ഇൻക്ലൂഡ് ഇൻ ദ ലിസ്റ്റ്. ട്രേഡ് റിസീവബിൾസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സെയിൽസ് അല്ലെങ്കിൽ സർവീസ്, അതിൽ നമുക്ക് കിട്ടാനുള്ള പൈസ അതല്ലേ. സോ ഇനി വേറെ എന്തെങ്കിലും പൈസ നമുക്ക് കിട്ടുകയാണെങ്കിൽ അതൊന്നും നമ്മൾ ഈ പറഞ്ഞ ലിസ്റ്റിനകത്ത് കാണിക്കാൻ പാടില്ല. ഓക്കെ ആണോ? നെക്സ്റ്റ്, review the trend of sales and accounts receivable or comparison of the 2 years time to time. എന്താ പറഞ്ഞത്? അതായത് say for example financial year 23, financial year 24. ഈ ഫിനാൻഷ്യൽ 24 ടോട്ടൽ സെയിൽസ് നടത്തിയിട്ടുള്ളത് 10 കോടി രൂപയുടെയാണ്. ഇതിനകത്ത് ഡെറ്റേഴ്സ് വന്നിട്ടുള്ളത് 6 കോടി രൂപയാണ്. 6 കോടി രൂപയാണ്. ഓക്കെ ആണോടാ? ഇനി ഈ വർഷം അതായത് 60% ഓൾമോസ്റ്റ് ടോട്ടൽ സെയിൽ 60% ഡെറ്റേഴ്സ് ആണ്.
സോ അടുത്ത ഫിനാൻഷ്യൽ 20-23 സെയിൽസ് 12 ലക്ഷം, അതിൽ ഡെറ്റേഴ്സ് 7 ലക്ഷം. Okay, so ഇതുപോലെ നമ്മൾ കമ്പയർ, we have to perform analytical procedure, we have to compare. Okay, അത് എവിടെ പറയുന്നത്, review the trend line of sales and account receivables for a comparison of 2 years to check if there is any unusual trend. So we have to perform analytical comparison നടത്തണം, and if there is any huge differences, make inquiries for the reasons of change. So this is all about our existence. ഇത്രയുമാണ് നമ്മുടെ existence എന്ന പോയിന്റിനകത്ത് വരുന്നത്. Okay, existence എന്ന പോയിന്റിനകത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? Next comes completeness. And the completeness പറഞ്ഞാൽ എല്ലാ ട്രേഡ് റിസീവബിൾസും നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ ട്രേഡ് റിസീവബിൾസ് നമ്മൾ വിട്ടുപോയിട്ടില്ല. We have included all the trade receivables. So auditor needs to satisfy himself of the cut off. So cut off ഞാൻ ഓൾറെഡി ഇതിന് മുന്നേ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. കട്ട് ഓഫ് ഈവൻ പി ആൻഡ് അക്കൗണ്ട് ഐറ്റംസ് നമ്മൾ കുറേ കട്ട് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ 31 മാർച്ചിന് ശേഷം നടത്തിയ സെയിൽസ് ആണെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ കാണിക്കരുത്, അല്ലെങ്കിൽ ഇൻവോയ്സ് 31 മാർച്ചിലാണ്. ഓക്കെ, അതെവിടെ പറഞ്ഞു നോക്കണേ. സേ ഫോർ എക്സാമ്പിൾ ഇൻവോയ്സ് ഈസ് ഓൺ 29/3/2024, പക്ഷെ ഗൂഡ്സ് എപ്പോഴാണ് ഡിസ്പാച്ച് ചെയ്ത് 1/4. അങ്ങനെയാണെങ്കിൽ ഈ സെയിൽ നമ്മൾ എപ്പോഴാണ് കാണിക്കാം? അടുത്ത ഫിനാൻഷ്യൽ ഇയറിലെ കാണിക്കാൻ പാടും. ശ്രദ്ധിക്കടാ, നമുക്കറിയാം നമ്മൾ എപ്പോഴാണ് റവന്യൂ റെക്കഗ്നൈസ് ചെയ്യേണ്ടത്? റിസ്ക് ആൻഡ് റിവാർഡ് ഇസ് ട്രാൻസ്ഫർ. ഇൻവോയ്സ് ചെയ്യുമ്പോൾ റിസ്ക് ആൻഡ് റിവാർഡ് ട്രാൻസ്ഫർ ആവും ഇല്ല, ഗൂഡ്സ് കൺസൈൻ ചെയ്യുമ്പോഴാണ് എന്താവുക? റിസ്ക് ആൻഡ് റിവാർഡ് ട്രാൻസ്ഫർ ആവും. സോ ദാറ്റ് വി ഷുഡ് include that in the financial 22, 24, 25. Second point നോക്കിയിട്ട് അവിടെ എന്താ പറഞ്ഞത്? ഇൻവോയ്സ് ഓൺ 2/4/24, ഗൂഡ്സ് ഡിസ്പാച്ച് 23/3 അല്ലെ, 2/4 ഇൻവോയ്സ് കിട്ടിയത്, പക്ഷെ ഗുഡ്സ് 23/3 തന്നെ ഓൾറെഡി അയച്ചിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ അതേ ഫിനാൻഷ്യൽ 23-24 റിസ്ക് ആൻഡ് റിവാർഡ് ട്രാൻസ്ഫർ, വി ക്യാൻ റെക്കോർഡ് സച്ച് എൻട്രീസ്. ഓക്കെ, സോ അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്ത്? ഓഡിറ്റർ നീഡ്സ് ടു സാറ്റിസ്ഫൈ ഹിംസെൽഫ് ഓഫ് ദ കട്ട് ഓഫ്. വിതൗട്ട് കട്ട് ഓഫ് സെയിൽസ് കുഡ് ബി എയ്തർ അണ്ടർസ്റ്റേറ്റഡ് ഓർ overstated. Okay, for the invoices issued during the last few days, cut off and which have been included in the debtors, check that the goods should have been dispatched but not lying with the company. അതായത് നമ്മൾ സെയിൽസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സ്, നമ്മൾ സെയിൽസ് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ ആ ഗുഡ്സ് എന്താവണം? ആ ഗുഡ്സ് നമ്മുടെ കമ്പനിയിൽ നിന്നും ഡിസ്പാച്ച് ആവണം. സോ നമ്മൾ നോക്കണം, നമ്മളൊരു ബുക്സ് ഓഫ് അക്കൗണ്ട്സ് എൻട്രി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ ഗുഡ്സ് ആക്ച്വലി ഡിസ്പാച്ച് ആയിട്ടുണ്ടോ നമ്മൾ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. എൻഷുർ ദാറ്റ് ഓൾ ഗുഡ്സ് ഡിസ്പാച്ച് പ്രയർ ടു ദ പീരിയഡ് ഓർ ഇയർ ആൻഡ് ഹാവ് ബീൻ ഇൻവോയ്സ്ഡ് ആൻഡ് ടെസ്റ്റ് ആൻഡ് ഇൻക്ലൂഡഡ് ഇൻ ദ ഡെറ്റേഴ്സ് ഓൺ എ ടെസ്റ്റഡ് ബേസിസ്. സോ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്യുന്നതിന് മുന്നേ ഉള്ള എല്ലാ ഗുഡ്സും കൃത്യമായിട്ട് നമ്മൾ റെക്കോർഡ് ഇൻവോയ്സ് ചെയ്തിട്ടുണ്ട്, അത് കാണിച്ചിട്ടുണ്ട്, നമ്മൾ റിപ്പോർട്ട് have been invoiced and included in the debtors on a tested basis. Ensure that no goods dispatched after the year end have been invoiced included in the debtors. 31st മാർച്ചിന് ശേഷം ഗുഡ്സ് ഡിസ്പാച്ച് ആക്കിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ കാണിക്കരുത്. 31st മാർച്ചിന് ശേഷം ഗുഡ്സ് ഡിസ്പാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിൽ കാണിക്കാൻ പാടുള്ളതല്ല. ഓക്കെ, then test the invoices listed in receivable report. Select few invoices from the accounts receivable aging report and compare them with the supporting documents. So ഒരുപാട് ഡെറ്റേഴ്സ് ഉണ്ടാവും, അതിൽ നിന്ന് കുറച്ച് സാമ്പിൾ ബേസ്ഡ് ഡെറ്റേഴ്സ് എടുക്കുക, എന്നിട്ട് അതിന് സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ്സ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. മാച്ച് ദ ഇൻവോയ്സസ് ടു ഷിപ്പിംഗ് ഓർ ഡിസ്പാച്ച് ഡോക്യുമെന്റ്. അവിടുത്തെ ഇൻവോയ്സസ് ഉണ്ട്, ഷിപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഓരോ ഗുഡ്സ് ഷിപ്പ് ചെയ്യുമ്പോൾ അവിടെ ഡീറ്റെയിൽസ് തരും. ഇത് രണ്ടും വെച്ച് കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യുക. അസസ് ബിൽ ആൻഡ് ഹോൾഡ് സെയിൽസ്. എന്താണ് അസസ് ബിൽ ആൻഡ് ഹോൾഡ് സെയിൽസ്? എന്താ ബിൽ ആൻഡ് ഹോൾഡ് സെയിൽസ് അറിയാവോ? അസസ് ബിൽ ആൻഡ് ഹോൾഡ് സെയിൽസ് ഞാൻ ഇപ്പൊ പറയാം. ബിൽ ആൻഡ് ഹോൾഡ് സെയിൽസ് ഞാൻ പറയാം. ഇതാ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് സെയിൽ അറേഞ്ച്മെന്റ് ദാറ്റ് enables the payment ahead of the delivery of item. Payment can be done ahead of the delivery of item. അതായത് പേയ്മെന്റ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഗുഡ്സ് പതുക്കെ അയച്ചാൽ മതി. അവിടെ ഗുഡ്സ് അയക്കുമ്പോഴാണ് റിസ്ക് ആൻഡ് റിവാർഡ് ട്രാൻസ്ഫർ ആവും. സോ പേയ്മെന്റ് ഇപ്പൊ കിട്ടിയാലും ഇൻവോയ്സ് ഇപ്പൊ ചെയ്താലും നമുക്ക് ഗുഡ്സ് ഇപ്പൊ അയച്ചിട്ടില്ല, നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റത്തില്ല. സോ മാച്ച് ദ ഇൻവോയ്സ് ടു ഷിപ്പിംഗ് ഡേറ്റ്സ്. അല്ല, അസസ് ദ ബിൽ ആൻഡ് ഹോൾഡ് സെയിൽസ്. അസസ് ദ ബിൽ ആൻഡ് ഹോൾഡ് സെയിൽസ്. ബിൽ ആൻഡ് ഹോൾഡ് സെയിൽസ് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ചില സമയത്ത് ഈ ആളുകൾ പറയും, ഞാൻ ഇപ്പോഴേ പൈസ അടിച്ചു തരാം, എനിക്ക് പ്രോഡക്റ്റ് കുറച്ച് പതുക്കെ മതി, കുഴപ്പമില്ല എന്നൊക്കെ പറയും. അതിനാണ് എന്താ പറയാ? ബിൽ ആൻഡ് ഹോൾഡ് സെയിൽസ്. ഇപ്പോഴേ ബില്ല് അടിച്ചിട്ടുണ്ട്, പക്ഷേ സെയിൽസ് ഗുഡ്സ് ഇതുവരെ ഡിസ്പാച്ച് ചെയ്തിട്ടില്ല. ഇൻ സച്ച് സിറ്റുവേഷൻ ദ കമ്പനി ഈസ് ബില്ലിംഗ് കസ്റ്റമേഴ്സ് ഫോർ സെയിൽസ് ഡിസ്പൈറ്റ് റിറ്റൈനിങ് ദ goods on sale. പിന്നെ review the receiving log to see if any company has recorded an intraordinarily large amount of customers returned after the audit period, which suggests that company may have shipped more goods near the end. എന്താ പറഞ്ഞത് അവിടെ? Review the receiving log to see if the company has recorded inordinately large amount of customer returns after the audit period. ചില സമയത്ത് എന്താ സംഭവം എന്ന് വെച്ചാൽ, ഈ കമ്പനീസ് അവിടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്
31st മാർച്ചിന് മുന്നേ കുറേ ക്രെഡിറ്റ് സെയിൽ ബുക്ക് ചെയ്യും. ചോദിക്കുന്നില്ല, കസ്റ്റമറിന് പ്രോഡക്റ്റ് വേണമെന്നൊന്നും ചോദിക്കില്ല. നേരെ ഇവിടുന്ന് ഗുഡ്സ് എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. ഓക്കെ ആണോ? ഈ ഗുഡ്സ് കസ്റ്റമർ ഞാനിത് ഓർഡർ ചെയ്തിട്ട് റിട്ടേൺ പോയിക്കോന്ന് പറയും. സോ റിട്ടേൺ ഇത് ഇവിടെ എത്തുമ്പോഴേക്കും എന്താവും, സേ ഫോർ എക്സാമ്പിൾ ഒരു 4/1/2025 ആയി വിചാരിക്കാം. ഫിനാൻഷ്യൽ ഇയർ മാറി. അപ്പൊ എന്തായി, അത് ഈ വർഷം നമുക്ക് കാണിക്കാൻ പറ്റൂ ഇല്ല, അടുത്ത വർഷം മാത്രമേ കാണിക്കാൻ പറ്റൂ. സോ അതാണ് അവിടെ പറഞ്ഞത്, റിവ്യൂ ദ റിസീവിംഗ് ലോഗ് ടു സീ ദ കമ്പനി ഹാസ് റെക്കോർഡഡ് ഇൻഓർഡിനേറ്റ്ലി ലാർജ് എമൗണ്ട് ഓഫ് കസ്റ്റമർ റിട്ടേൺസ് എന്തെങ്കിലും അടുത്ത ഫിനാൻഷ്യൽ വന്നിട്ട് അത് നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, റിവ്യൂ ദ ക്രെഡിറ്റ് മെമോസ്. ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റ് മെമോസ് പാസ് ചെയ്യുക. സോ ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കുന്ന സമയത്ത് ക്രെഡിറ്റ് മെമോസ് എന്താണ്, ഡിസ്കൗണ്ട് അല്ലെങ്കിൽ റിഡക്ഷൻ ഇൻ ദ പ്രൈസ്. So credit memos എന്താ ഞാൻ എഴുതിയിട്ടുണ്ട്, are the documents that a seller issues to a buyer to reduce the amount the buyer owes. Okay, so credit memos എന്താണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഒന്ന് വായിച്ചു നോക്കാം. They are the document that seller issues to the buyer to reduce the amount buyer owes. So ബയറുടെ ഡിസ്കൗണ്ട് കൊടുക്കുന്നതിന് പോലെ, അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്രെഡിറ്റ് മെമോ ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പ്രോപ്പർലി ഓതറൈസ്ഡ് ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. ആൻഡ് വെദർ ദേ വർ ഇഷ്യൂഡ് ഇൻ കറക്റ്റ് ടൈം പീരീഡിൽ തന്നെയാണോ ഇഷ്യൂ ചെയ്യുന്നത്. അടുത്ത ഫിനാൻഷ്യലിലേക്കൊക്കെയാണ് ഇഷ്യൂ ചെയ്തെങ്കിൽ തീർന്നു. സോ കറക്റ്റ് പീരീഡ് തന്നെയാണ് അത് ഇഷ്യൂ ചെയ്ത് നമ്മൾ ഉറപ്പുവരുത്തിക്കണം. ഓക്കെ, നെക്സ്റ്റ് കംസ് വാല്യൂസ്. ഇവിടെ എന്താ പറഞ്ഞത്, റിവ്യൂ ദ പ്രോസസ് ഫോളോഡ് ബൈ ദ കമ്പനി ടു ഡിറൈവ് ആൻ അലവൻസ് ഫോർ ഡൗട്ട്ഫുൾ അക്കൗണ്ട്സ്. പറയുമ്പോൾ ഭയങ്കര എളുപ്പമാണ്. ഈ 5% പ്രൊവിഷൻ, 10% പ്രൊവിഷൻ, 20% പ്രൊവിഷൻ എന്നൊക്കെ പറയാം. ജസ്റ്റ് ഇമാജിൻ ഒരു കമ്പനിക്ക് 500 കോടി രൂപയുടെ ഡെറ്റേഴ്സ് ഉണ്ട്. എത്ര കോടിയുടെ? 500 കോടി. ഇപ്പൊ റിലയൻസിന്റെ ഒക്കെ നോക്കുവാണെങ്കിൽ 500-600 കോടിയൊക്കെ ഉണ്ട് ഡെറ്റേഴ്സ്. സോ അതിന്റെ ഒരു 20% വലിയ ഫിഗർ ആവും. 500ന്റെ ഒരു 10% എന്ന് പറയുമ്പോഴേക്കും ഏകദേശം ഒരു വലിയൊരു ഫിഗർ ആവും. 50 കോടി, 500 കോടിയുടെ 10% എന്ന് പറയുമ്പോൾ 50 കോടി അല്ലെ. 50 കോടിയുടെ ഒക്കെ പ്രൊവിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. സോ എങ്ങനെയാണ് ഈ പ്രൊവിഷൻ വെക്കുക, ഈ പ്രൊവിഷൻ നമ്മൾ എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നത്? റിവ്യൂ ദ പ്രോസസ് ഫോളോഡ് ബൈ ദ കമ്പനി ടു ഡിറൈവ് ദ അലവൻസ്. കമ്പനീസ് ആക്ച്വലി ഇതിനകത്ത് എന്താണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ കമ്പനി എന്ത് പ്രൊസീജിയേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്? ഒരു ഡൗട്ട്ഫുൾ ഡെറ്റ്സ് പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കമ്പനി ഫോളോ ചെയ്യുന്ന മെത്തേഡ് എന്താണ്? ഒബ്റ്റെയിൻ ഏജിംഗ് റിപ്പോർട്ട്. ഏജിംഗ് റിപ്പോർട്ട് എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഒബ്റ്റെയിൻ ദ ഏജിംഗ് റിപ്പോർട്ട് ഓഫ് ദ അക്കൗണ്ട്സ്. നെക്സ്റ്റ്, ഒബ്റ്റെയിൻ ലിസ്റ്റ് ഓഫ് ഡെറ്റേഴ്സ് അണ്ടർ ദ ലിറ്റിഗേഷൻ ആൻഡ് കമ്പയർ വിത്ത് ദ പ്രീവിയസ് ഇയർ. എത്ര ഡെറ്റേഴ്സ് ലിറ്റിഗേഷൻ ഉണ്ട്? ഒബ്റ്റെയിൻ ദ ലിസ്റ്റ് ഓഫ് ഡെറ്റേഴ്സ്, ഓക്കെ, ആൻഡ് കമ്പയർ വിത്ത് പ്രീവിയസ് ഇയർ. സോ ഫോർ എക്സാമ്പിൾ, കഴിഞ്ഞ വർഷം എനിക്ക് 30 ഡെറ്റേഴ്സ് എനിക്ക് കേസ് തന്നു, ഈ വർഷം എന്നെ സംബന്ധിച്ച് 28 ഡെറ്റേഴ്സ് ആണ് കേസ് തന്നിട്ടുള്ളത്. പക്ഷെ കഴിഞ്ഞ വർഷത്തൊക്കെ മേജർ ഇഷ്യൂസ് ഉണ്ടായിട്ടില്ല, ഈ വർഷത്തിലൊക്കെ മേജർ ഇഷ്യൂസ് ഉണ്ട്. സോ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാം. സ്ക്രൂട്ടനൈസ് അനാലിസിസ് ആൻഡ് ഐഡന്റിഫൈ ദോസ് ഡെറ്റേഴ്സ് വിച്ച് അപ്പിയേഴ്സ് ഡൗട്ട്ഫുൾ. ഡിസ്കസ് വിത്ത് മാനേജ്മെന്റ് അബൌട്ട് ദ റീസൺസ് വൈ ദീസ് ഡെറ്റേഴ്സ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രൊവിഷൻ. സോ ഓഡിറ്ററിന് ഏതെങ്കിലും ഡെറ്റർ ബാഡ് ഡെപ്റ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓഡിറ്റർ അത് ആരോട് ഡിസ്കസ് ചെയ്യണം, മാനേജ്മെന്റിനോട് ഡിസ്കസ് ചെയ്യണം. ആൻഡ് എന്തുകൊണ്ടാണ് ഇത് ബാഡ് ഡെറ്റ്സ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത്, ബാഡ് ഡെറ്റ്സിനെ കുറിച്ച് നോക്കുന്ന സമയത്ത് ഇതിനെക്കുറിച്ച് എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്ന് ഞാൻ ചോദിക്കണം. നെക്സ്റ്റ്, പ്രോപ്പർ പ്രൊവിഷൻസ് ഒക്കെ വെക്കുന്നുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യണം. പിന്നെ പ്രോപ്പർ ഷെഡ്യൂൾ ഓഫ് മൂവ്മെന്റ്സ് ഓഫ് ബാഡ് ഡെറ്റ്സിനകത്ത് വരുന്ന മൂവ്മെന്റ്സ് അതൊക്കെ ആസ് എൻ ഓഡിറ്റർ നമ്മൾ എന്ത് ചെയ്യണം, കൃത്യമായിട്ടും റിവ്യൂ ചെയ്യണം. ചെക്ക് ദ റൈറ്റ്സ് ഓഫ് ദ റിസീവബിൾ ബാലൻസസ് ഹാവ് ബീൻ അപ്രൂവ്ഡ് ബൈ ദ അപ്രോപ്രിയേറ്റ് അതോറിറ്റി. അപ്രൂവലോട് കൂടി തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് എന്ന് നമ്മൾ ഉറപ്പ് വരുത്തിക്കണം. ലാസ്റ്റ് വൺ, ഡിസ്ക്ലോഷർ എന്താ പറയുന്നത്? ചെക്ക് ദ റീസ്റ്റേറ്റ്മെന്റ് ഓഫ് ഫോറിൻ കറൻസി ട്രേഡ് റിസീവബിൾസ് ഹാസ് ബീൻ ഡൺ ഇൻ അക്കോർഡൻസ് വിത്ത് AS11. എനിക്കിപ്പോൾ ഡെറ്റേഴ്സ് ഉള്ളത് വിദേശ രാജ്യത്താണ്, അപ്പൊ അവിടെ എനിക്ക് ദിർഹംസിലോ ഡോളറിലൊക്കെ പൈസ ഇരിക്കുക. അപ്പം AS11 പറഞ്ഞ കാര്യങ്ങൾ കംപ്ലൈ ചെയ്യണം. പിന്നെ റിലേറ്റഡ് പാർട്ടീസുമായിട്ട് എന്തെങ്കിലും ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് 18 ഇന്ത്യ 24 പ്രകാരം റിപ്പോർട്ട് ചെയ്യണം. പിന്നെ സെക്ഷൻ 189 പഠിച്ചിട്ടില്ല നമ്മൾ. സോ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ എന്ത് ചെയ്യണം, ഓഡിറ്റർ റിപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇവിടെ ട്രേഡ് റിസീവബിൾസിന്റെ ഒരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. ഫോർമാറ്റ് ഈസ് വെരി ഇമ്പോർട്ടന്റ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം ഫോർമാറ്റ്. ഓക്കെ, സോ ദിസ് ഈസ് ഓൾ അബൌട്ട് ട്രേഡ് റിസീവബിൾസ്. ഇവിടെ നമ്മൾ ട്രേഡ് റിസീവബിൾ എന്തൊക്കെയാണോ പറഞ്ഞത് അതിന്റെ നേരെ ഉൾട്ട ഓപ്പോസിറ്റ് ആണ് ട്രേഡ് പേയബിൾസ്. ഓക്കെ, അത് നേരെ ഉൾട്ട ഓപ്പോസിറ്റ് ആണ് ട്രേഡ് പേയബിൾസ്. ഓക്കെ, സോ ട്രേഡ് പേയബിൾസ് ഇസ് എ ഹോംവർക്ക് ടോപ്പിക് ഫോർ യു. അത് നിങ്ങൾ തന്നെ പഠിച്ചു നോക്കുക. പക്ഷെ ട്രേഡ് റിസീവബിൾസ് ഒന്നുകൂടി വായിച്ചു നോക്കി. ഇഫ് യു ആർ ഹാവിംഗ് എനി ഡൗട്ട്, ഏതെങ്കിലും ഒരു പോയിന്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ please do ask me and I will help you to crack. Because if trade receivables തെറ്റാണെന്ന് മാത്രം നമുക്ക് എന്ത് ചെക്ക് ചെയ്യാൻ പറ്റും, ട്രേഡ് പേയബിൾസ് ചെക്ക് ചെയ്യാൻ പറ്റും. So I hope you enjoy this topic. This is all about trade receivables. So if you are having any doubt, you know what you are supposed to do. Please WhatsApp. Okay. So signing off, CA Sanjay. Thank you.